ജനങ്ങൾ പരിപൂർണമായിട്ട് മണിക്കൂറുകളായ രക്ഷാപ്രവർത്തനം മുഴുകി നിൽക്കുകയാണ്. നമ്മുടെ ജനത അങ്ങനെയാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഏത് തരത്തിലാണ് മലയാളികൾ, ഈ നാട്ടുകാർ ഇടപെടുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സേനയുടെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സേനയുടെ വിവിധ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നേരത്തെ നമ്മൾ കണ്ടത്. കൂടുതൽ സേനാംഗങ്ങൾ ചൂരൽമലയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ഷബീർ എവിടെയുണ്ട്? ഷബീർ, കൂടുതൽ സേന അവിടെ എത്തിയോ? നീ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇനി അതിന്റെ ഇടയിൽ മരണം 90 ആയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി നിർഭാഗ്യവശാൽ വരുന്നു. 90 ആയിരിക്കുന്നു സ്ഥിരീകരിച്ചിട്ടുള്ള മരണം. ഷബീർ, ഈ സേന അവിടെ എത്തിയിട്ട് ഈ റോപ്പിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഉറ്റുനോക്കുന്ന ആ ഒരു താൽക്കാലിക ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് നിർമ്മിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുമോ? അവിടെ നിന്നുള്ള വിവരം എന്താണ് ഷബീർ? അതെ, അപർണ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിനുള്ള ശ്രമം തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ സൈനികർ എത്തിയിരിക്കുന്നു പല റെജിമെന്റുകളിൽ നിന്നായി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഏഴിമലയിൽ നിന്നാവാം കൂടുതൽ സൈനികർ. മൂന്ന് വഴിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വഴിക്ക് മൃതദേഹങ്ങളും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും റോപ്പ് ലിഫ്റ്റിംഗ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു.